വൈഫവേ മോനെ, നിനക്കെന്താ മോനെ ഭ്രാന്താണോ? ബാറ്റ് കയ്യിലോട്ട് വരുമ്പോ ഇത്രയും ഭ്രാന്ത് കാണിക്കുമോ? നീ പണ്ട് ഇംഗ്ലണ്ടുകാരെ നമ്മളെ കുറെ കാലം അടിമകളാക്കി വെച്ചെന്നും പറഞ്ഞ് ഇമാതിരിയൊക്കെ അടിയൊക്കെ അടിക്കണോ? അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ അണ്ടർ 19 വേൾഡ് കപ്പ്, വൺ ഡേ വേൾഡ് കപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ വൈഫൈ ചെറുക്കൻ്റെ ബാറ്റിങ് പോയെന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇമാതിരി ഒരു ബാറ്റിംഗ് പ്രഹരം, ഗ്രൗണ്ടിൽ തീ പറപ്പിക്കുമായിരുന്നു ചെറുക്കൻ. സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇമാതിരി ഭ്രാന്ത് പിടിച്ചണക്കൊക്കെ അടിക്കൂ. ഒരു ബാറ്റ് കയ്യിലുണ്ടെങ്കിൽ ഇമാതിരി തോന്നിവാസം കാണിക്കൂ. വെറും 24 പന്തില് 24 റൺസ് പോയിട്ട് അടങ്ങിയത് ഈ ക്രേസ് ചെയ്യുന്ന ചെറുക്കനാണ്. പിന്നെ അവന്റെ തനി ഗുണം അവനങ്ങോട്ട് കാണിക്കാൻ തുടങ്ങി. എന്തും തലങ്ങും വിലങ്ങും. ആ ഇംഗ്ലീഷ് ബൗളർമാരെ അവരിങ്ങനെ ആകാശത്തോട് നോക്കി ഇരിക്കുമായിരുന്നു. നമ്മൾ ഈ പണ്ട് ഈ മാങ്ങയൊക്കെ എറിയാൻ നേരത്ത് ഇങ്ങനെ നോക്കൊണ്ടിരിക്കത്തില്ലേ, മാങ്ങ എറിഞ്ഞ് മാങ്ങ താഴോട്ട് വരുന്നു, അതേ കണക്ക് ബാൾ എപ്പോഴാ താഴോട്ട് വരുന്നതെന്ന് നോക്കിയിട്ട് പാവത്തങ്ങൾ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ 15 4 15 6 ഓടിയെടുത്തത് വളരെ കുറച്ച് റൺസ്. 175 റൺസാണ് 85 പന്തിൽ അടിച്ചെടുത്തത്. നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. ഇത് ഭ്രാന്തല്ലെന്നല്ലാതെ എന്താ ഇതിനൊക്കെ പറയുക? അപാരമായി പോയി. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ആരോൺ ജോർജ്, നമ്മുടെ മലയാളി ചെറുക്കൻ, എടുക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അവൻ നിർഭാഗ്യവശാൽ 20 റൺസ് എടുത്തങ്ങ് ഔട്ടായി പോയി. അപ്പോഴാണ് ഇതോ നടക്കുന്നത് താണ്ഡവം ഓടാനായിട്ട് കുരുന്നിന്റെ ഒരു വിരക്കം. കുരുപ്പേ, ഇമാതിരി അടി ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഞാൻ ഇത്രയും കാലമായിട്ട് ക്രിക്കറ്റ് കളി കാണുന്നു, ഞാൻ ഇമാതിരി അടി ഞാൻ കണ്ടിട്ടില്ല. എത്ര വയസ്സുണ്ടാവേ നിനക്ക്? ഇത്രയും പവറോ നിനക്ക്? കണ്ണ് കിട്ടാതിരിക്കട്ടെ നിനക്ക് കേട്ടോ, കണ്ണ് കിട്ടാതിരിക്കട്ടെ. നീ പെട്ടെന്ന് തന്നെ നമ്മുടെ സീനിയർ ടീമിലോട്ട് വരണം. വന്നിട്ട് ഇതേ കണക്കൊരു കളി, ഒരു അലക്കം കൊണ്ട് അലക്കുക. എന്തായാലും ഇന്നത്തെ കളി നമ്മൾ ജയിക്കും. നമ്മൾ അണ്ടർ 19 വേൾഡ് കപ്പ് നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കും, അത് ഉറപ്പാണ്. പക്ഷെ എന്നാലും ഇമാതിരിയൊക്കെ അടിക്കണടാ, കുറേയൊക്കെ ദയൊക്കെ കാണിക്കും കേട്ടോ. ഞാൻ പറഞ്ഞാണൊക്കെ അവന്മാര് കുറെ കാലം നമ്മൾ അടിമുളാക്കിയൊക്കെ വെച്ചെന്ന് പറഞ്ഞിട്ടേ ഒരവസരം കിട്ടിയപ്പോ ഈ മാതിരി പണി ഇച്ചിരി മോശമായി പോയി. എന്നാലും എൻ്റെ കുഞ്ഞെ കൊള്ളാടാ, അടിച്ച് തകർത്ത്. വെരി ഗുഡ്. ഇനിയും ഞാൻ തുറന്നുകൊണ്ടിരിക്കുക കേട്ടോ. എന്നാലേ ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളി കാണാൻ ഒരു ഒരു ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. പണ്ട് നമ്മുടെ സെവാഗും ഒക്കെ അടിച്ച് പറത്തി നമുക്ക് അങ്ങ് തുടങ്ങിക്കോ. പിന്നെ ഇനി ഇന്ത്യൻ ടീമിലോട്ട് നമുക്ക് വേണം, സീനിയർ ടീമിലോട്ട്. ഓക്കെ, അപ്പം അവൻ്റെ അടി, അവൻ്റെ ആ ഒരു ബാറ്റിങ് കണ്ടിട്ടില്ലാത്തവരൊക്കെ പോയി കണ്ടുപോകും, എന്നിട്ട് കമൻസ് ചെയ്യും.